പ്രധാനമായും ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കേൾക്കാമല്ലോ അല്ലേ? വീണ വിജയനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വാർത്തകളാണല്ലോ പുറത്തു വരുന്നത്. മാത്യു, അതിനെ എങ്ങനെയാണൊന്ന് വിശദീകരിക്കുക? എങ്ങനെയാണത് ഒരു അഴിമതിയാകുന്നത്? അല്ല, ഇത് ഈ വിഷയം കഴിഞ്ഞ കുറേ നാളുകളായി കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ എക്സാലോജിക് എന്ന കമ്പനി അതൊരു പേപ്പർ കമ്പനിയുടെ സ്വഭാവത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്നും സുതാര്യത ഇല്ലാത്ത പ്രവർത്തനങ്ങളാണെന്നും അതിൻ്റെ പ്രവർത്തനം ദുരൂഹമാണ് എന്നും ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് എസ്പെഷ്യലി CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും നേതാക്കന്മാരും ഒക്കെ പറഞ്ഞത് ഇത് വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു സംരംഭകയുടെ എഫേർട്ടാണ്. അതിന് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്. അതിൽ നിയമവിരുദ്ധമായോ ക്രമവിരുദ്ധമായോ ഒന്നുമില്ല എന്ന നിലയിലുള്ള ഒരു ആർഗ്യുമെൻ്റ് മറുവശത്തുനിന്ന് വന്നിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം ദുരൂഹവും അല്ലെങ്കിൽ ക്രമവിരുദ്ധവും ആണെന്നും അതിൻ്റെ പല ഇടപാടുകളും അതിൻ്റെ വിശദാംശങ്ങൾ കമ്പനി വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്നും ഉള്ള അതിൻ്റെ കൺസേൺഡ് അതോറിറ്റിയുടെ ഫൈൻഡിങ് ആൻഡ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ഒരു സ്റ്റേജിലാണ് നമ്മളെത്തി നിൽക്കുന്നത്. അപ്പോൾ ഒന്ന്, ഞങ്ങൾ നേരത്തെ പറഞ്ഞത് കേവലം രാഷ്ട്രീയ ആരോപണമായിരുന്നില്ല എന്നും പ്രാഥമികമായിട്ടെങ്കിലും അല്ലെങ്കിൽ പ്രഥമദൃഷ്ടിയായെങ്കിലും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതിനോടകം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു എന്നതും ആരും നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അഴിമതിയിലേക്ക് വരുമ്പോൾ ഈ ദ ഹോൾ ഇഷ്യൂവിൻ്റെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത് കറപ്ഷനാണ്. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് അവർ കമ്പനിയുടെ പേരിൽ വലിയ കോടാനുകോടികൾ വാങ്ങുകയും വ്യക്തി എന്ന നിലയിലും കോടാനുകോടികൾ ഇതര കമ്പനികളിൽ, ഈ കമ്പനി മാത്രമല്ല CMRL അടക്കമുള്ള ഇതര കമ്പനികളിൽ നിന്നും അവർ പണം കൈപ്പറ്റുകയും ചെയ്തു. അതാണ് അഴിമതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് കറപ്ഷനാണ് ഇതിൻ്റെ ഇഷ്യൂ എന്നും അതിലേക്ക് നീങ്ങുമ്പോഴാണ് കൂടുതൽ വ്യക്തത വരിക എന്നും ഞാൻ നേരത്തെ മുതൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് അഴിമതിയാവുന്നത്. ഇതിലൊരു രാഷ്ട്രീയ പകപോക്കൽ എന്ന വാദത്തിലാണല്ലോ CPIM ആദ്യഘട്ടം മുതൽ തന്നെ മുറുകെ പിടിക്കുന്നത് നമ്മൾ കാണുന്നത്. മാത്യു കുഴൽനാടൻ ഈ ആരോപണവുമായി രംഗത്ത് വന്നപ്പോൾ മാത്യുവിന് നേരെയുണ്ടായ പ്രതികരണങ്ങളിലും അത് പ്രതിഫലിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ROCയുടെ റിപ്പോർട്ടിൽ കൃത്യമായ കാര്യങ്ങൾ വന്നു തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പകപോക്കൽ എന്ന് പറയുന്ന പഴയ വാദം ഇനിയും ആവർത്തിക്കാൻ CPIM-ന് കഴിയുമോ മാത്യു? ഇത് രാഷ്ട്രീയ പകപോക്കൽ എന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. CPM പല ഡിഫൻസ് ആദ്യം ഉയർത്താൻ ശ്രമിച്ചിരുന്നു. പല ഡിഫൻസ് വെച്ചാൽ ഇതിൽ ഇപ്പോഴാണല്ലോ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി വന്നത് ഈ കമ്പനിയുടെ പ്രവർത്തനം സംബന്ധിച്ച്. അപ്പോൾ അതിനു മുമ്പ് അവർ ഒരുപക്ഷെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമോ ഇത്രയും കാര്യങ്ങൾ പുറത്തു വരുമെന്നോ ധരിച്ചിട്ടുണ്ടാവില്ല. ആ സമയത്ത് ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ഡിഫെൻഡ് ചെയ്യാനാണ് അവർ പരിശ്രമിച്ചത്. പിന്നെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അവരുടെ ഭാഗം കേട്ടിട്ടില്ല, അതല്ലെങ്കിൽ വീണയുടെ ഭാഗം കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നാണ് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അവരെ കേൾക്കാതെ വന്ന റിപ്പോർട്ടായതുകൊണ്ട് അതിൻ്റെ സാങ്ക്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊപ്രൈറ്റി ഒക്കെയാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇപ്പോൾ വീണയുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകിയപ്പോൾ അവസരം ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല, ആവശ്യപ്പെട്ട രേഖകൾ പോലും സമർപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ആളെ അല്ലെങ്കിൽ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി കേരള സമൂഹത്തിന് മുമ്പിൽ ഉയർത്തിയ തൻ്റെ മകളുടെ ഭാഗം കേട്ടില്ല എന്ന വാദം പാടെ ഒളിഞ്ഞു വീഴുമ്പോൾ ഇനി ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥം എന്ന് ജനം. ശ്രീ മാത്യു കുഴൽനാട്, നമ്മളിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുമ്പോൾ ഈ പറയുന്ന ROCയുടെ റിപ്പോർട്ടിൽ 447, 448 വകുപ്പുകൾ പറയുന്നു. ആ വകുപ്പുകൾ പ്രകാരം ഈ PMLA ആക്ടും അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ സജസ്റ്റ് ചെയ്യുന്നു CBI ED എൻക്വയറിക്ക് സാധ്യതയുണ്ട് എന്ന്. അപ്പോഴാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം 3 പേരുടെ ഒരു സമിതിയെ നിശ്ചയിക്കുന്നത്. എന്നിട്ട് ആ 3 പേരാണ് ഇത് അന്വേഷിക്കാൻ പോകുന്നത്. ഒന്ന്
അത് 4 മാസം സമയം കൊടുത്തിട്ടുണ്ട്, അപ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇക്കാര്യത്തിലൊരു ഗൗരവത്തോടുള്ള സമീപനം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്നുണ്ടോ, അതോ ഇതൊരു എന്താ പറയുക ഒരു പൊളിറ്റിക്കലായ ഒരു ബഹളത്തിന് വഴിവെക്കുന്ന ഒരു സംഭവം മാത്രമാക്കി അവർ തൽക്കാലം നിർത്തുക എന്നതാണോ ഉദ്ദേശം? അല്ല, അതിന് ആ ഒരു അപ്രോച്ചിന് അതിൻ്റേതായൊരു റീസണുണ്ട്. കാരണം കമ്പനി കാര്യ മന്ത്രാലയത്തിനോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് അഫയേഴ്സിനോ അല്ലെങ്കിൽ കമ്പനി ലോ ബോർഡിനോ ഒക്കെ അവരുടെ മാൻഡേറ്റും ജൂറിസ്ഡിക്ഷനും വെൽ ലിമിറ്റഡാണ്. ആ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കമ്പനീസ് ആക്ടിൻ്റെ 4 കോർണേഴ്സിനകത്ത് നിന്ന് മാത്രമാണ് അവർക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുക. അതിൻ്റെ അകത്ത് അന്വേഷണത്തിൽ ഒരു വലിയ കറപ്ഷൻ അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയാൽ ദേ കനോട്ട് ഇനീഷ്യേറ്റ് ആൻ എൻക്വയറി ടുവേഴ്സ് ദാറ്റ് ആംഗിൾ. ആ ആംഗിളിലേക്ക് അവർക്ക് അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ദിസ് ഈസ് ആൻ അപ്രോപ്രിയേറ്റ് ഫിറ്റ് കേസ് ഫോർ ഈദർ CBI ഓർ ED ടു ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയാൻ അവർക്ക് പറ്റുള്ളൂ. ബട്ട് ദേ വിൽ കണ്ടിന്യൂ വിത്ത് ദെയർ ഓൺ പ്രൊസീജിയർ. അതായത് കമ്പനി നിയമങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള ചട്ടലംഘനങ്ങളും നിയമലംഘനങ്ങളും ക്രമക്കേടുകളും സംബന്ധിച്ച് കമ്പനി നിയമം അനുശാസിക്കുന്ന നിലയിലുള്ള അന്വേഷണവും അതനുസരിച്ചുള്ള പ്രോസിക്യൂഷനുമായിട്ട് അവർ മുമ്പോട്ട് പോകും. അതുകൊണ്ടാണ് അവർ 3 അംഗ സമിതിയെ വെച്ച് 210 പ്രകാരം ഉള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് മൂവ് ചെയ്തത്. പ്രൈമ ഫേസിയ പ്രഥമദൃഷ്ടിയ കാര്യങ്ങൾ അവർക്ക് വിശദീകരിക്കാൻ അവസരം കൊടുത്തു. തൃപ്തികരമായ വിശദീകരണം ഉണ്ടായില്ല. ദെൻ ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്സ്. അതിൻ്റെ കൂട്ടത്തിൽ അവർ പരിശോധിച്ചപ്പോൾ അവർക്ക് ബോധ്യം വന്ന കാര്യങ്ങളിൽ നിന്നും ഇത് CBIയോ EDയോ അന്വേഷിക്കേണ്ട, അതായത് അതിൻ്റെ കറപ്ഷൻ ആംഗിളും അതിൻ്റെ PMLA ആക്ടിൻ്റെ ഇൻഗ്രീഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്ന കള്ളപ്പണം വെളുപ്പിക്കലടക്കമുള്ള കാര്യങ്ങൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായി അവർക്കൊരു ബോധ്യം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ ആ ഒരു ശുപാർശ, റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഒബ്സർവേഷൻ അവർ നടത്തുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം VD സതീശൻ്റെ പ്രതികരണം വന്നത് ഈ കോർപ്പറേറ്റ് മന്ത്രാലയം, കമ്പനി കാര്യ മന്ത്രാലയം ഇത് അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു ആവേശമൊന്നും UDFോ കോൺഗ്രസോ കാണിച്ചതായി കണ്ടില്ല. എന്നാലിപ്പോൾ ROC റിപ്പോർട്ട് വന്നതിന് ശേഷം VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണമെന്നാണ്. അതായത് നിങ്ങൾ കേന്ദ്ര ഏജൻസികളെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിന് മുൻകാല അനുഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈഫിലായാലും കരുവന്നൂരിലായാലും സ്വർണ്ണക്കടത്തിലായാലും ഒക്കെ എവിടെയും എത്തിയില്ല അന്വേഷണം എന്നൊരു പരാതി UDFിനുണ്ട്, കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിലാകട്ടെ അന്വേഷണം എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതോടൊപ്പം തന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഒരു പരാതി വിജിലൻസിലും കൊടുത്തിട്ടുണ്ട് ഈ ഇതേ കേസിൽ. അക്കാര്യത്തിലൊന്നും മുന്നോട്ട് പോയിട്ടുമില്ല. ആ ഘട്ടത്തിലാണ് കോടതിയുടെ മേൽനോട്ടത്തിലൊരു അന്വേഷണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്താണത് കൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ല, ഞങ്ങൾ ആദ്യം ഈ വിവരം വന്നപ്പോൾ എന്നോട് മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതികരണം ചോദിച്ചപ്പോൾ ആദ്യ പ്രതികരണം ഞാൻ നൽകിയത് ഈ കാര്യത്തിൽ അമിത ആവേശം ഇല്ല എന്ന് തന്നെയാണ്. ഞാൻ ആ പൊസിഷനിൽ ഇപ്പോഴും നിൽക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നാളിതുവരെയുള്ള ടിൽ ഡേറ്റ് അപ്രോച്ച് കാണുമ്പോൾ അതിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് 100% വ്യക്തമാകുന്ന ഒരു സംഗതിയുണ്ട്. അത് മറ്റൊന്നല്ല, ഞാനിത് വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണം പോലെ പറയുന്നതല്ല. പിണറായി വിജയൻ ഈസ് കണ്ടിന്യൂയിങ് ഇൻ ഹിസ് ചെയർ അറ്റ് ദ മേഴ്സി ഓഫ് നരേന്ദ്രമോദി. ഒരു സംശയമില്ല. നരേന്ദ്രമോദിയുടെ ദയാവായ്പിലാണ് പിണറായി വിജയൻ ഇന്ന് ആ കസേരയിൽ തുടരുന്നത്. കാരണം ഇതിനു മുമ്പ് നിങ്ങൾ പരാമർശിച്ച കേസുകൾ, ഈ ഇഷ്യൂസ്, അത് പരിശോധിക്കുമ്പോൾ മറ്റ് കേസുകളിലൊക്കെ എവിഡൻസ് ഇത്രയും അപ്പാരൻ്റ് അല്ലെങ്കിൽ ഇത്രയും ബൗൺസിങ് ആയി കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ ബാക്കി ഇതിലെല്ലാത്തിലും ആലോചിച്ചുകൊണ്ട് ലൈഫ് മിഷൻ കേസ് ഞാൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ആളാണ്. ഐ ഹാഡ് ഗോൺ ഇൻ ഡെപ്ത്. ഇറ്റ്സ് എ വെരി അപ്രോപ്രിയേറ്റ് കേസ്. കാരണം വിദേശത്ത് നിന്നും സ്വീകരിച്ച പണം, ആ പണം അതേപടി കൈക്കൂലിയായി അല്ലെങ്കിൽ അഴിമതി പണമായി മാറിപ്പോയി. ദ ഹോൾ പ്രോസസ്സ്, ആ പണം റിസീവ് ചെയ്ത മിഷൻ്റെ ചെയർമാനായിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് അയാൾ എത്രയോ ദിവസം ജയിലിൽ കിടന്നു. പൊളിറ്റിക്കൽ മാസ്റ്റർ സ്പെയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥനെ മാത്രം ജയിലിലിട്ട് ദേ സേവ്ഡ് ദ CM. BJP, സെൻട്രൽ ഗവൺമെൻറ്, സംഘപരിവാർ
നരേന്ദ്രമോദി സേവ്ഡ് ദ CM. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വന്ന മൊഴികളും ഈ സ്വപ്ന സുരേഷ് അടക്കം നൽകിയിട്ടുള്ള കൺഫെഷൻസും എല്ലാം മുമ്പിലുണ്ട്. ഏത് പ്രതിപക്ഷത്തെ ഏത് നേതാവിനാണ് നരേന്ദ്രമോദിയിൽ നിന്നും ഈ ഔദാര്യം ലഭിച്ചിട്ടുള്ളത്? ഒരാളെ പറയാം. BJP മുന്നണിയുടെ ഭാഗമാകാത്ത, ഈവൻ കോൺഗ്രസിൻ്റെ ഭാഗമാവണ്ട, എതിർപക്ഷത്ത് നിൽക്കണ്ട, BJP മുന്നണിയുടെ ഭാഗമാകാത്ത ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു ഭരണാധികാരിക്കും കിട്ടാത്ത ആനുകൂല്യം, എക്സംഷൻ പിണറായി വിജയൻ എങ്ങനെയാണ് കിട്ടുന്നത്? ശ്രീ